പോകുന്ന കേസിന്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഞങ്ങൾ കർക്കശമായി പറയുന്നു, മധുരയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയനെതിരെയുള്ള നടപടി, ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത് ഏതെങ്കിലും സെറ്റിൽമെന്റിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? സെറ്റിൽമെന്റിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് എടുത്തത്, കേസിലേക്ക് പോകുന്ന കേസിന്റെ നടപടി? ഒരിക്കലും തെളിവുണ്ടല്ലോ. ഇത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലല്ലോ, ഇത് തെളിവുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇതിനെല്ലാ തെളിവുകളും ഞാൻ നേരത്തെ നിങ്ങളെല്ലാം കയ്യിൽ പത്രക്കാരുടെ കയ്യിൽ തന്നെ തെളിവുകൾ ഉണ്ടായിരുന്നല്ലോ. ഈ നമ്മളെ എന്താണ് പുള്ളിക്കാരന്റെ പേര്, കർത്തായുടെ ബുക്കിൽ അവിടെ ആ ബുക്കൊക്കെ പോലീസുകാർ കസ്റ്റഡിയിലെത്തല്ലേ, അതെല്ലാം പിന്നെ തിരിച്ചു കൊടുത്തതല്ലേ. അന്നും മുതലേ നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെ മനസ്സിന്റെ അകത്ത് ഞാനത് പിണറായി വിജയനെ കുറിച്ച് നേരം സംസാരിക്കല്, മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു അച്ഛൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നാണ്. കാരണം ഉണ്ടാക്കുന്ന പണം മുഴുവൻ മക്കൾക്കാണ്. ആകെ 2 മക്കളെ ഈ മക്കൾക്ക് മാത്രം ഉണ്ടാകുന്ന കാശാണ്. അതിപ്പോ ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മളെ ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് പണം ഉണ്ടാക്കാനാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഇനിയെങ്കിലും നാട്ടുകാരോട് പറയണ്ടേ, ജനങ്ങളോട് പറയണ്ടേ. പാർട്ടിക്ക് ഒരു ഗുണം കിട്ടിയിട്ടില്ല. അത് എല്ലാം പോകുന്നത് കുടുംബത്തിലേക്കാണ്, കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഈ സമ്പാദ്യം മുഴുവൻ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന് അദ്ദേഹം അതിന്റെ വില കൊടുക്കണം. ആ വില കൊടുക്കേണ്ടുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥക്കനുസരിച്ച് അദ്ദേഹം അതിന് മറുപടി പറയണമെന്നും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരിക്കലും മറുപടി പറയില്ല. പിന്നെ തീർച്ചയായിട്ടും രാജിവെക്കണം. അന്തസ്സോ അഭിമാനമോ മാനമോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെക്കണം.